ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ആരെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉടനെ തന്നെ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റിയാണ്. മുളക് പൊടിയൊന്നും ചേർത്താതെ ചിക്കൻ ഫ്രൈ ചെയ്യണതാണ് ഇന്ന് വീഡിയോയിലിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഈ ഗ്രീനിഷ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി അല്ലി, ഒരു 3-4 ചെറിയ ഉള്ളി, ഇത്രയാണ് ഇട്ടെടുത്തത്. എല്ലില്ലാതെ ഇതുപോലെ ഒരു 16 പീസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു നുള്ള് കല്ലുപ്പ് ഇട്ടിട്ട് ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ വേണ്ടത്. എന്നിട്ട് ആ ചിക്കൻ കഷ്ണത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലേൻ്റെ പൊടി ഇട്ടിട്ട് ഒക്കെ കൂടി നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കുക. എന്നും ചുവപ്പ് കളറിലല്ലേ ചിക്കൻ ഫ്രൈ ചെയ്യൽ. ഇന്ന് ഇതുപോലെ ഒരു പച്ച കളറിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എൻ്റെ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, വീഡിയോയിലൊന്നും ഇട്ടില്ല. ഇപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആ എണ്ണ നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഓരോ പീസുകളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിയിലയും പുതിനയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചിക്കനിൽ അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചുവന്ന മുളക് പൊടി ചേർത്തതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യുമ്പോൾ. പുറത്ത് നല്ല മഴ കോരിച്ചെരിയുണ്ട്. 2-3 ദിവസമായിട്ട് ഇവിടേക്ക് നല്ല മഴയും കാറ്റാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാനും കൂടി ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഈ ചിക്കൻ്റെ മുഴുവൻ പീസുകൾ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു മൂടിയിട്ട് അടച്ച് വെച്ചിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ പിടിക്കാൻ വിട്ടതാണ്. അങ്ങനെയാകുമ്പോൾ ആ കഷ്ണമൊക്കെ നല്ലോണം ഒന്ന് വേവും. പിന്നെ ഒന്ന് മൂടി തുറന്ന് വെച്ചിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ചിക്കൻ്റെ പീസുകളൊക്കെ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഒരു പ്രാവശ്യം ഇതുപോലെ തിരിച്ചൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി 1-2 പ്രാവശ്യം നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക. ഇപ്പോൾ ഇതേതാണ്ടായിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ വെറൈറ്റി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീനിഷ് ചിക്കൻ ഫ്രൈ ഒരു പ്രാവശ്യം തന്നെ ഉണ്ടാക്കി നോക്കുകൊണ്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.